നമസ്കാരം. മാസ്റ്റർ ജിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എൻഡോക്രൈൻ സിസ്റ്റത്തിലെ പാൻക്രിയാസിൻ്റെ ഡിസോർഡറാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടാതെ അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ വീഡിയോയുടെ എല്ലാ വീഡിയോസിൻ്റെയും താഴെ ഈ ഷോ മോർ എന്നുള്ള ഈ ബട്ടൺ, അതിപ്പോൾ മൊബൈലിലായാലും സാധിക്കും. ഷോ മോർ അല്ലെങ്കിൽ ഒരു താഴോട്ടുള്ള ഒരു കീ കാണാം, അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെയും ലിങ്കുകൾ ഇതിന് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലിങ്ക് വഴി എല്ലാ വീഡിയോസും 1 by 1 ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾ ആ ഗ്രൂപ്പിൽ ചേരുക. ഓക്കെ, കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മുടെ വീഡിയോസിനെ കുറിച്ച് അറിയിക്കുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ ഡയബറ്റീസ്, ഇന്ന് നമ്മൾ എൻഡോക്രൈൻ പാൻക്രിയാസിൻ്റെ പാൻക്രിയാറ്റിക് ഐലറ്റ്സിൻ്റെ ഡിസോർഡർ ആയിട്ടുള്ള ഡയബറ്റീസ് മെലിറ്റസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് പാൻക്രിയാസിൻ്റെ എൻഡോക്രൈൻ ഫംഗ്ഷൻ, അതായത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിനെ കുറിച്ചുള്ള കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ മുകളിലുള്ള ഈ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ആ വീഡിയോ കണ്ട് അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ വീഡിയോസ് കുറച്ചുകൂടി എളുപ്പമായി മാറുകയുള്ളൂ. ഓക്കെ, സോ നമ്മൾ പഠിക്കുകയാണ് ഡയബറ്റീസ് മെല്ലിറ്റസ്. നമ്മൾ നഴ്സുമാർ ഒരു ജീവിതത്തിൽ വളരെയധികം കാണുന്ന ഒരു ടൈപ്പ് ഓഫ് പേഷ്യൻസ് ആണ് പേഷ്യൻ്റ് വിത്ത് ഡയബറ്റീസ് മെല്ലിറ്റസ്, അല്ലേ? അപ്പോൾ നമ്മുടെ എക്സാം വ്യൂ പോയിന്റിലായാലും അല്ലാണ്ട് നമ്മുടെ ഒരു പ്രൊഫഷണലിൻ്റെ ഭാഗമായിട്ടായാലും ഡയബറ്റീസിനെ കുറിച്ച് നമ്മൾ നിർബന്ധമായിട്ടും എല്ലാ നഴ്സുമാരും വ്യക്തമായി അറിഞ്ഞിരിക്കണം, അല്ലേ? ഓക്കെ, എന്താണ് ഡയബറ്റീസ് മെല്ലിറ്റസ്? അറിയാമായിരിക്കുമെങ്കിലും പറയുകയാണ്. ക്രോണിക് ഡിസോർഡർ ഓഫ് ഇംപയർഡ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ് അല്ലെങ്കിൽ ഫാറ്റ് മെറ്റബോളിസം, അല്ലേ? അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഷുഗർ എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റിന് മാത്രമേ ബാധിക്കുള്ളൂ, പിന്നെ ബാക്കിയുള്ളതിനെ എങ്ങനെയാണ് ബാധിക്കുക? അതല്ല, കാർബോഹൈഡ്രേറ്റ് അതായത് ഗ്ലൂക്കോസിൻ്റെ മെറ്റബോളിസത്തിലാണ് മെയിനായിട്ട് ഇഷ്യൂ വരുന്നത്. പക്ഷേ അതിന് ഇഷ്യൂ വരുമ്പോൾ ബാക്കി സബ്സിക്വൻ്റ് ആയിട്ട് പ്രോട്ടീനെയും ഫാറ്റിനെയും എല്ലാറ്റിനെയും അത് ബാധിക്കും, അല്ലേ? അതുകൊണ്ട് ഡയബറ്റീസ് മെല്ലിറ്റസ് എന്ന് പറഞ്ഞാൽ 3 ഐറ്റംസിനെയും ബാധിക്കും. അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിസത്തിനെയും ബാധിക്കും, പ്രോട്ടീൻ്റെയും ബാധിക്കും, ലിപ്പിഡ്സിൻ്റെയും ബാധിക്കും, അല്ലേ? എന്താണ് ഇതിന് കാരണം? ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ. ഇൻസുലിൻ തീരെ കുറവ്, അല്ലെ? ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ വളരെ കുറയുമ്പോൾ ഉണ്ടാവും, അല്ലെ? അത് ഒരു ടൈപ്പ് ഡയബറ്റീസ്. പിന്നെന്താണ്? ഇൻസുലിനെ റെസിസ്റ്റൻസ് ആയി മാറുക. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും, അതായത് സെല്ലുകൾക്ക് ഇൻസുലിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, അല്ലെ? അപ്പോൾ ആദ്യത്തെ എന്താണ്? ഇല്ലായ്മയുടെ കഥയാണ് ആദ്യം പറയുന്നത്, ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ. രണ്ടാമത് പറയുന്നത് തിരിച്ചറിയപ്പെടാനാവാത്ത വിഷമം, അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. നമ്മൾ ഈ ടി വിയിലൊക്കെ പരസ്യം കാണുന്നല്ലേ, ഇല്ലായ്മയുടെ കഥകൾ പറയുന്ന ഇന്ന പരമ്പര, അല്ലെങ്കിൽ തിരിച്ചറിയപ്പെടാൻ പറ്റാത്തതിൻ്റെ വിഷമം പറയുന്ന ഇന്ന കഥ. അതുപോലെ തന്നെയാണ് ഒന്നാമത്തതിൽ ഇല്ലായ്മയുടെ കഥയാണ്, ഇൻസുലിൻ ഇല്ല അല്ലെങ്കിൽ തീരെ കുറവ്, ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ. രണ്ടാമത് എന്താണ്? ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഉള്ള ഇൻസുലിനെ സെൽസിന് തിരിച്ചറിയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷൻ നടക്കാൻ അതിന് സമ്മതിക്കുന്നില്ല. ഇൻസുലിൻ ഉണ്ട്, പക്ഷേ ഇൻസുലിന് പ്രവർത്തനം നടക്കാൻ പറ്റുന്നില്ല. ഈ 2 കഥകളാണ് എന്തിനു കാരണം? നമ്മുടെ ഡയബറ്റീസ് മെല്ലിറ്റസിന് കാരണം. ഓക്കെ, ഈ ചിത്രം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. എന്താണ് ഇൻസുലിൻ്റെ ആക്ഷൻ? ഇത് നോക്കി, ഇതൊരു സെല്ലാണ്. ഇതാണ് ഇൻസുലിൻ എന്ന് വിചാരിക്കുക. ഗ്ലൂക്കോസ് മോളിക്യൂൾസ് നമ്മുടെ സെല്ലുകൾക്കുള്ളിൽ കയറണമെങ്കിൽ എന്ത് വേണം? ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ആള്, ഈ റിസപ്റ്ററിൽ വേണം. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസിന് അകത്തോട്ട് കയറാൻ പറ്റുന്നത്. അപ്പോൾ ഒന്നുകിൽ ഈ ഇൻസുലിൻ ഇല്ലാതിരിക്കുക, അപ്പോൾ എന്ത് പറ്റില്ല? ഗ്ലൂക്കോസിന് അകത്ത് കയറാൻ പറ്റില്ല. പുറത്ത് ബ്ലഡിലൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും ഗ്ലൂക്കോസ്, സെല്ലിന് അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ സെല്ലിന് എന്തായിരിക്കും? ഭയങ്കര വിശപ്പായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ എന്ത് പറ്റും? ഈ ഇൻസുലിന് ഈ സെല്ലിന് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഇൻസുലിനെ തിരിച്ചറിയുന്നില്ല, ഈ സെല്ല് മൈൻഡ് ചെയ്യുന്നില്ല ഈ ഇൻസുലിനെ. അപ്പോഴെന്ത് പറ്റില്ല? ഇൻസുലിൻ ഇതുമാതിരി ഇങ്ങനെ ഈസി ആയിട്ട് കയറാൻ പറ്റുന്നില്ല. ഈ 2 കാരണങ്ങളാണ് നമ്മുടെ ഡയബറ്റീസിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് വരുന്നത്. ഇത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ 3 ടൈപ്പ് ഡയബറ്റീസ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറയുകയാണ്. 3 ടൈപ്സ് ഓഫ് ഡയബറ്റീസ് മെല്ലിറ്റസ്. ഏതൊക്കെയാണത്? ഫസ്റ്റ് ടൈപ്പ് 1 ഡയബറ്റീസ് മെല്ലിറ്റസ്, ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിക് മെല്ലിറ്റസ്. ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് DM. എന്തായിരിക്കും ഇത്? ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ ഇതിന് വ്യക്തമായി നിങ്ങൾ എല്ലാ കാലത്തും ഓർത്ത് വെക്കേണ്ടത് കഥയാണ്. ഓക്കെ, ടൈപ്പ് 1 എന്ന് പറഞ്ഞതാണ് അവിടെ ഇൻസുലിൻ ഇല്ല, അല്ലെങ്കിൽ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ വളരെ കുറവാണ്. ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആണ് പ്രശ്നങ്ങൾ, അതായത് ഇൻസുലിൻ കുറവായതുകൊണ്ടുള്ള ടൈപ്പ് 1 ഡയബറ്റീസ് ആണ് എന്ത്? IDDM, ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് മെല്ലിറ്റസ്. നമ്മൾ ആദ്യം പറഞ്ഞ ഇല്ലായ്മയുടെ കഥ മൂലം ഉണ്ടാവുന്നതാണ് IDDM. ഇനി തിരിച്ചറിയപ്പെടാനാവാത്തതിൻ്റെ ബുദ്ധിമുട്ട്,
ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ്, നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയും അല്ലേ. അപ്പോൾ എന്താ അതിന് കാരണമായിരിക്കും? ഇൻസുലിനെ റെസിസ്റ്റൻ്റ് ആണ് സെല്ലുകൾ. ഇൻസുലിൻ വന്നാൽ അത് മനസ്സിലാവുന്നില്ല ഇത് ഇൻസുലിൻ ആണ്, ഞങ്ങളെ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് അകത്ത് കയറ്റാൻ വേണ്ടിയുള്ള ഈ സാധനമാണ് എന്ന് സെല്ലുകൾ മനസ്സിലാക്കുന്നില്ല ഇൻസുലിനെ. അതാണ് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് അഥവാ നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ് മെലിറ്റസ്. ഈ രണ്ട് ടൈപ്പ് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. പിന്നെയുള്ളത് സെക്കൻഡറി ഡയബറ്റിസ് മെലിറ്റസ്, അതായത് വേറെ എന്തെങ്കിലും കാരണത്താൽ അല്ലെ, വേറെ എന്താണ് ഇപ്പോൾ ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത് പ്രഗ്നൻസി അസോസിയേറ്റഡ് ആയിട്ടുള്ള ഡയബറ്റിസ് മെലിറ്റസ് ആണ് GDM എന്ന് പറയുന്നത്. പ്രഗ്നൻസിയിൽ ഉണ്ടായിട്ട് സാധാരണ പ്രഗ്നൻസി കഴിയുമ്പോൾ ഡെലിവറിയോട് കൂടിയിട്ട് അവസാനിക്കുന്ന ഒരു ടൈപ്പാണ് ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ്. അത് സെക്കൻഡറി ടൈപ്പ് ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ചില ആളുകൾ ഇത് ഡെലിവറിക്ക് ശേഷവും അപൂർവമായി തുടർന്നു കൊണ്ടുപോകാം അല്ലേ. പിന്നെ ഓക്കെ, അപ്പോൾ ഇതാണ് 3 ക്ലാസിഫിക്കേഷൻ. ഈ സെക്കൻഡറിന് വേറെ ഡ്രഗ്സ് കഴിച്ചാൽ ഉണ്ടാവും, ചിലപ്പോൾ പാൻക്രിയാറ്റൈറ്റിസ് അക്യൂട്ട് അല്ലെങ്കിൽ ക്രോണിക് പാൻക്രിയാസിന് എന്തെങ്കിലും അസുഖം വന്നിട്ട് അങ്ങനെ സംഭവിക്കാം അല്ലെ. ഒരുപാട് വേറെ എന്തെങ്കിലും കാരണത്താൽ ഉണ്ടാവുന്ന ഡയബറ്റിസ് മെലിറ്റസ് ആണ് എന്ത് സെക്കൻഡറി ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. പേര് തന്നെ ഉണ്ട് സെക്കൻഡറി. ഓക്കെ, നമ്മൾ ആദ്യത്തെ IDDM പഠിക്കുന്നു. നമുക്കറിയാം ഇവിടെ ഇൻസുലിൻ ഇല്ല, ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറവാണ്. ഇല്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ചെറിയ പ്രൊഡക്ഷൻ ഉണ്ട്. ആരാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകൾ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചാണ് ബീറ്റാ സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ബീറ്റാ സെൽസ് എന്ത് പറ്റുന്നു? നശിച്ചു പോകുന്നു. അതായത് ടൈപ്പ് 1 ഡയബറ്റിസിൽ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ് മെലിറ്റസിൽ ബീറ്റാ സെല്ലുകൾ, പാൻക്രിയാസിലെ ബീറ്റാ സെല്ലുകൾ ഓർമ്മ വേണം കഴിഞ്ഞ വീഡിയോ. അപ്പോൾ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഇല്ല. ഇത് ആരിലാണ്? കുട്ടികളിലും ചെറുപ്പക്കാരിലാണ് സാധാരണ കണ്ടുവരുന്നതുകൊണ്ട് തന്നെ ജുവനൈൽ ഡയബറ്റിസ് എന്നോട് പറയുന്നു. കാരണം ഇൻസുലിൻ സെല്ലുകൾ ബീറ്റാ സെൽസ് പ്രായം കൊണ്ടല്ല നശിച്ചു പോകുന്നത്, ഇത് കുട്ടികളിൽ തന്നെയാണ് സാധാരണ കാണുന്നത്. അതിനോട് ജുവനൈൽ ഡയബറ്റിസ് മെലിറ്റസ് എന്നും മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഓൺസെറ്റ് പെട്ടെന്ന് തന്നെയാണ്, വളരെ പെട്ടെന്നാണ് ഇത് ഉണ്ടാവുന്നത്, സഡൻ ആയിട്ടാണ് ഉണ്ടാവുന്നത്. പിന്നെ സാധാരണ ഫാമിലിയിൽ കണ്ടുവരാറില്ല എന്നും പറയുന്നു, ചില സ്ഥലങ്ങളിൽ ഫാമിലിയിൽ കണ്ടുവരുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. എന്തായാലും ഫാമിലിയിൽ കണ്ടുവരുന്നില്ല എന്നാണ് സാധാരണ പറയുന്നത്. നോ ഫാമിലി ഹിസ്റ്ററിയാണ്. പിന്നെ ഇതിൻ്റെ കാരണം എന്തായിരിക്കും? ബീറ്റാ സെൽസ് നശിച്ചു പോകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ കൊണ്ടാണ്. അതായത് നമ്മുടെ ബോഡിക്കകത്ത് തന്നെ ബീറ്റാ സെൽസിനെതിരായിട്ട് ആൻറ്റിബോഡീസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്തൊരവസ്ഥയായിരിക്കും അല്ലേ. അപ്പോൾ ഈ ആൻറ്റിബോഡീസ് ചിലപ്പോൾ ഒരു വൈറൽ ആക്രമണം ഉണ്ടായിട്ടുണ്ടാവും. വൈറസ് കയറി നമ്മുടെ ബോഡിയിലൊരു ഇൻഫെക്ഷൻ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ വൈറസിനെതിരെ ആൻറ്റിബോഡീസ് അത് വൈറസ് ആൻറ്റിജനായി വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ബോഡി ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ആൻറ്റിബോഡി വൈറസിനെയും കൊല്ലും, ഒപ്പം എന്ത് പറ്റുന്നു? നമ്മുടെ ബീറ്റാ സെൽസിനെ, പാൻക്രിയാറ്റിക് ഐലറ്റ്സിലുള്ള ബീറ്റാ സെൽസിനെയും ഇത് നശിപ്പിച്ച് കളയുന്നു. അങ്ങനെയാണ് ചില ആളുകളിൽ ഈ ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാവുന്നത്. ഇത്രയാണ് IDDM അതായത് ടൈപ്പ് 1 ഡയബറ്റിസിനെ മെലിറ്റസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തായിരിക്കും കഥ? പാൻക്രിയാസ് എന്ത് പറ്റുന്നില്ല? ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ വളരെയധികം കുറഞ്ഞു പോകുന്നു. കാരണം ബീറ്റാ സെൽസ് അവിടെ ഡാമേജ് ആയി പോയി. അപ്പോൾ എന്ത് പറ്റുന്നില്ല? ഗ്ലൂക്കോസിനെ ഇവിടെ ബോഡിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ, ഗ്ലൂക്കോസിനെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല സെല്ലുകൾക്ക്. മസ്കുലർ സെൽസിനൊന്നും ഗ്ലൂക്കോസ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു അവസ്ഥയാണ് എന്ത് ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ് മെലിറ്റസ്. നമുക്കറിയാം ഈ തിരിച്ചറിയപ്പെടാനാവാത്തതിൻ്റെ വിഷമാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാവുക, ഈ കണ്ടീഷൻ, ഈ ഡയബറ്റിസ് മെലിറ്റസിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു. എന്താണ്? ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണ്. കോമൺ ടൈപ്പാണ് ഇത് NIDDM. സാധാരണ പേഷ്യൻസ് ഒക്കെ നമ്മൾ കാണുന്നവരൊക്കെ എന്താണ്? ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് ആയിരിക്കും. 40 വയസ്സിന് മുകളിലുള്ളവർക്കാണ് കാണുന്നത്. ഇത് മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയും. ഇതൊക്കെ സിമ്പിളാണ് കാര്യങ്ങൾ അല്ലേ. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം ഇതൊക്കെ ഈ ഡിഫറൻസ് മനസ്സിലാവുന്ന കണ്ടീഷനാണ് ഇതൊക്കെ. പിന്നെന്താണ്? ഡിക്രീസ്ഡ് സെൻസിറ്റിവിറ്റി ഓഫ് ഇൻസുലിൻ ആണ് സെല്ലുകൾക്ക് ഉണ്ടാവുക. സെല്ലുകളൊന്നും ഇൻസുലിൻ ഇങ്ങനെ വന്നു നിന്ന ഒരു മൈൻഡില്ല ഇൻസുലിന്. എന്താണ് ഇൻസുലിൻ വന്ന് അതിൻ്റെ സൈഡിൽ നമ്മളെ പിക്ചർ ഉണ്ട് നേരത്തെ, ആ ക്ലിപ്പിൽ പോയി ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കീ ആയിട്ട് മാറാൻ പറ്റുന്നില്ല. കാരണം സെല്ലുകൾ തിരിച്ചറിയുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല ഇൻസുലിൻ. അപ്പോൾ എന്ത് പറ്റുന്നില്ല? സെല്ലുകൾക്കകത്ത് ഗ്ലൂക്കോസ് കയറുന്നില്ല, ബ്ലഡിൽ മൊത്തം ഗ്ലൂക്കോസാണ് അല്ലേ. ഇവിടെ ഇൻസുലിൻ എന്തായിരിക്കും? ചിലപ്പോൾ നോർമൽ ആയിരിക്കും, ചിലപ്പോൾ ലോ ആയിരിക്കും, ചിലപ്പോൾ ഹൈ ആയിരിക്കും. പക്ഷേ ഇൻസുലിൻ്റെ യാതൊരുവിധ എഫക്റ്റും അവിടെ കിട്ടുന്നില്ല അല്ലേ. സെല്ലുകൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആസ് എ റിസൾട്ട് എന്തായിരിക്കും നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുക? ഗ്ലൂക്കോസ് എല്ലായിടത്തും അധികമാണ്. ഇവിടെ ബ്ലഡിൽ മൊത്തം അധികമാണ്. ബ്ലഡിൽ ഹൈപ്പർ ഗ്ലൈസീമിയ ആയിരിക്കും. കാരണം എന്താണ്? സെല്ലുകൾക്കുള്ളിലോട്ടൊന്നും കയറുന്നില്ല ഗ്ലൂക്കോസ്. ഇൻസുലിൻ എന്തായിരിക്കും? ഇൻസുലിൻ ഒത്തിരി ആവശ്യത്തിനുണ്ടായിരിക്കും. പിന്നെ സെല്ലിനകത്തോ
ഗ്ലൂക്കോസ് ഇല്ലാതെ പട്ടിണിയിലാണ് സെല്ലുകളൊക്കെ. നോ ഗ്ലൂക്കോസ് ഇൻസൈഡ് സെൽ, ഹൈ ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ്, ഹൈ ലെവൽ ഓഫ് ഇൻസുലിൻ ഇൻ ദ ബോഡി. അല്ലേ, ഇതൊരു ഭയങ്കരപ്പെട്ടൊരു അവസ്ഥയാണ്. ആരോട് പറയും ഈ വിഷമങ്ങളൊക്കെ? ഗ്ലൂക്കോസ് ആണെങ്കിൽ ആവശ്യത്തിന് ബ്ലഡിലുണ്ട്, ഇൻസുലിനും ഉണ്ട്, പക്ഷെ സെല്ലുകളിലോട്ട് കയറുന്നില്ല. കാരണം എന്താണ്? ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. സെൻസിറ്റിവിറ്റി ഇല്ല, ഇൻസുലിന് സെൻസിറ്റിവിറ്റി ഇല്ല. സെല്ലുകളെല്ലാം ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയി മാറിപ്പോയി. വളരെ വിഷമകരമായിട്ടുള്ളൊരു കഥയാണ്. ഓക്കെ, ഇത് നമ്മൾ പിക്ചറിൽ തന്നെ കാണുകയാണ്. ഇതാ നോക്കൂ, ഇത് പാൻക്രിയാസ്. ഇത് നോർമലായിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതാ ഇൻസുലിൻ്റെ ഈ റിസപ്റ്ററിൽ പോയി ഇൻസുലിൻ കയറി കഴിയുമ്പോൾ സെല്ലിനകത്തോട്ട് ഗ്ലൂക്കോസ് ഇങ്ങനെ ഈസി ആയിട്ട് കയറിപ്പോകും. ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസിൽ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറവാണ്. അപ്പോൾ എന്ത് പറ്റുന്നില്ല? റിസപ്റ്ററിൽ ഇരിക്കാൻ ഇൻസുലിൻ ഇല്ല, അതുകൊണ്ട് ഗ്ലൂക്കോസ് കയറുന്നില്ല. നമ്മുടെ ടൈപ്പ് 2-ൽ എന്താണ് സംഭവം? ഇൻസുലിൻ ഉണ്ട്, പക്ഷെ അതിന് സെല്ലുകൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല, റെസിസ്റ്റൻ്റ് ആണ്, ക്ലിപ്പായി ഇവിടെ പോയിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഗ്ലൂക്കോസ് അതുകൊണ്ട് കയറുന്നില്ല. ഇത് ഞാൻ ഈ പിക്ചറിലും പറയുന്നത് നമ്മൾ ഇന്ന് നേരത്തെ കണ്ട ആ പിക്ചറിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് അല്ലേ. ഇൻസുലിൻ ഇവിടെ ഉണ്ട്, നോർമലായി പോകുന്നു. ഇവിടെ ഇൻസുലിൻ ഇല്ല, അതുകൊണ്ട് ഗ്ലൂക്കോസിന് കയറാൻ പറ്റുന്നില്ല. ഇവിടെ ഇൻസുലിൻ ഉണ്ട് ടൈപ്പ് 2-ൽ, പക്ഷേ ഇത് റിസപ്റ്ററിൽ ആക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഗ്ലൂക്കോസിന് കയറാൻ പറ്റുന്നില്ല. ഫലത്തിൽ സെല്ലുകൾ പട്ടിണിയിലാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡറി ഡയബറ്റിസ് മെലിറ്റസിൻ്റെ നേരത്തെ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സെക്കൻഡറി ഡയബറ്റിസ് മെലിറ്റസ്? ഒക്കേഴ്സ് ആസ് എ കോംപ്ലിക്കേഷൻ ഓഫ് സം കോസസ്. എന്തൊക്കെയാണ് കാരണങ്ങൾ? അക്യൂട്ട് അല്ലെങ്കിൽ ക്രോണിക് പാൻക്രൈറ്റൈറ്റിസ് ആവാം. ചില ഡ്രഗ്സ്, എന്താണ് സ്റ്റിറോയിഡ്, ഫെനിറ്റോയിൻ, തയസൈഡ് ഡയററ്റിക്സ് പോലെ ഡ്രഗ്സ് യൂസ് ചെയ്താൽ, പ്രൊലോങ് ആയിട്ട് യൂസ് ചെയ്താൽ ചിലപ്പോൾ അത് ഒരു കോംപ്ലിക്കേഷനായിട്ട് ഡയബറ്റിസ് മെലിറ്റസിലോട്ട് പോകാം. പിന്നെ വേറെ ഹോർമോൺ പ്രോബ്ലംസ് കൊണ്ട് എന്താണ്, ഇപ്പോൾ ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രോബ്ലംസ്, തൈറോയ്ഡ് ഹോർമോൺ അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ഹോർമോണിൻ്റെ എല്ലാം ഡിസോർഡർ കൊണ്ട് എന്തായി മാറാം? അതും ഇതിലോട്ട് നയിക്കാം, ഡയബറ്റിസ് മെലിറ്റസിലോട്ട് നമുക്ക് ഉണ്ടാകുന്നതാണ്. പിന്നെ ജസ്റ്റേഷൻ ഡയബറ്റിസ് മെലിറ്റസ്, പ്രഗ്നൻസി കാരണം കൊണ്ട് പ്രഗ്നൻസിയുടെ ടൈമിൽ ഡയബറ്റിസ് ഉണ്ടാവുന്നു. പ്രഗ്നൻസി കഴിയുമ്പോൾ സാധാരണ പോകേണ്ടതാണ്, ചില അപൂർവം കേസിൽ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. എനിക്കറിയാവുന്ന കുറച്ച് ആളുകളുണ്ട്, അവർ ഇപ്പോഴും ഡയബറ്റിക് ആയിട്ട് തുടരുകയാണ്. ഡെലിവറി സമയത്ത് തുടങ്ങിയതാണ്, ഇപ്പോൾ ഹൈ ഡോസ് ഓഫ് ഇൻസുലിൻ അവരെടുക്കുന്നു അല്ലേ. ഓക്കെ, ഇനി ഡയബറ്റിസ് മെലിറ്റസിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ടൈപ്പ് 1, 2-നൊക്കെ ഏകദേശം ഏറെക്കുറെ ഒരേ തന്നെയാണ് ഉണ്ടാവുക, അതിൻ്റെ കോസസ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ അല്ലേ. എന്താണ് സംഭവം? 3 Ps കേട്ടിട്ടുണ്ടാവും അല്ലെ. എന്തൊക്കെയാണ് ആ 3 Ps എന്ന് പറയുന്നത്? പോളിയൂറിയ, പോളിഡിപ്സിയ, പോളിഫാജിയ. പോളിയൂറിയ എന്തുകൊണ്ടായിരിക്കും? നമ്മളിതിൽ ക്ലിനിക്കലി കോറിലേറ്റ് ചെയ്ത് വെച്ചാൽ വളരെ ഈസിയാണ്. പോളിയൂറിയ എന്തുകൊണ്ടായിരിക്കും? ബ്ലഡിൽ ഒത്തിരി ഷുഗർ, ഗ്ലൂക്കോസ് മോളിക്യൂൾസ് അധികമാണ്. ഇപ്പോൾ ബോഡിക്ക് ഇത് താങ്ങാൻ പറ്റില്ല, അതാണ് ഓസ്മോട്ടിക് പ്രഷർ കൂടും. സൊല്യൂട്ട് കൂടിയാലോ, ഉപ്പ് കൂടിയാലോ, പഞ്ചസാര കൂടിയാലോ എന്താണ്, ഓസ്മോട്ടിക് പ്രഷർ കൂടുന്നു. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒത്തിരി വെള്ളം എല്ലാ സെല്ലുകളിൽ നിന്നും അല്ലെങ്കിൽ ബാക്കി എവിടെ നിന്നൊക്കെ വെള്ളം വലിച്ചെടുക്കാൻ പറ്റും അവിടെ നിന്നൊക്കെ ബോഡി വലിച്ചെടുക്കും, ബ്ലഡിലോട്ടാക്കും. അപ്പോൾ അത് വെച്ച് ഡയലൂട്ട് ആവും. പിന്നെ കിഡ്നി എന്ത് ചെയ്യും? ഇതിനെ അങ്ങ് യൂറിലൂടെ മാക്സിമം പുറത്തേക്ക് കളയാൻ, ബോഡിയിൽ കൂട്ടാൻ പറ്റില്ല, കാരണം ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ ഒത്തിരി. അപ്പോൾ എന്ത് പറ്റും? പോളിയൂറിയ, യൂറിനിലൂടെ ഒത്തിരി ഗ്ലൂക്കോസുമായി ഒത്തിരി അങ്ങ് ഒഴുക്കി കളയാണ് ഗ്ലൂക്കോസിനെ പുറത്തോട്ട്. അതുകൊണ്ടാണ് നമുക്ക് പോളിയൂറിയ ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും പോളിഡിപ്സിയ എന്തുകൊണ്ടാണ്? ഫ്ലൂയിഡ് ലോസ് ആണ്. സെല്ലുകളിൽ നിന്നും വാട്ടർ ചിലപ്പോൾ പുറത്തോട്ട് ബ്ലഡിലോട്ട് കയറുവാണ്, കാരണം ബ്ലഡിൽ ഷുഗർ കണ്ടന്റ് കൂടുന്നതിന്, ഓസ്മോട്ടിക് പ്രഷർ കൂടുതലായതുകൊണ്ട്. പിന്നെ കിഡ്നി ഒരുപാട് അരിച്ച് യൂറിലൂടെ കളയുകയാണ്. അപ്പോൾ പോളിഡിപ്സിയ, ദാഹം, അമിതമായ ദാഹമാണ് പോളിഡിപ്സിയ. പോളിഫാജിയ, എന്തുകൊണ്ടായിരിക്കും പോളിഫാജിയ, അമിതമായിട്ടുള്ള വിശപ്പുണ്ടാവുന്നത് ഈ ഡയബറ്റിസ് മെലിറ്റസിൽ? സെല്ലുകളെല്ലാം സെല്ലുകൾ അകത്തൊന്നും ഗ്ലൂക്കോസ് ഇല്ല അല്ലേ. ഗ്ലൂക്കോസ് ഒക്കെ എവിടെയാണ്? ബ്ലഡിൽ മാത്രമേ ഉള്ളൂ. സെൽസിനകത്തൊന്നും ഗ്ലൂക്കോസ് ഇല്ല. അപ്പോൾ സെല്ലുകളൊക്കെ മെസ്സേജ് അയക്കും, ഞങ്ങൾക്ക് വിശക്കുന്നു. അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള വിശപ്പ്, ഓവറോൾ വിശപ്പാണ് പോളിഫാജി ആയിട്ട് മാറും അല്ലേ. സെൽസിനകത്ത് ഗ്ലൂക്കോസ് ഇല്ലാത്തതാണ് ഈ എക്സസീവ് ആയിട്ടുള്ള വിശപ്പ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഹൈപ്പർ ഗ്ലൈസീമിയ ഓഫ് കോഴ്സ് ഉണ്ടാവും അല്ലേ. ബ്ലഡിൽ ഷുഗർ ഉണ്ടാവും, ഈ ഷുഗറൊക്കെ യൂറിലൂടെ കളയും, ഗ്ലൈക്കോസൂറിയ ഉണ്ടായി മാറും. പിന്നെ ഇൻഫെക്ഷൻ ചാൻസ് ഉണ്ട് അല്ലേ. ഷുഗർ ഒരു മീഡിയ ഫോർ മൈക്രോബ്സ് ആണ്, അതുകൊണ്ട് എത്ര പെട്ടെന്ന് ഷുഗർ ഇൻഫെക്ഷൻ ഉണ്ടാവും. വൂണ്ടുകളൊക്കെ പതുക്കെ മാത്രമേ ഹീലാവുള്ളൂ. പിന്നെ വീക്ക്നെസ് ഉണ്ടാവാം, പാരസ്തേഷ്യ, തരിപ്പ് പോലെയൊക്കെ ചിലർക്ക് അനുഭവപ്പെടാം. വെയിറ്റ് ലോസ് ഉണ്ടാവാം. എന്തുകൊണ്ടായിരിക്കും വെയിറ്റ് ലോസ്? ഗ്ലൂക്കോസ് കിട്ടാതിരിക്കുമ്പം നമ്മുടെ
ബോഡിക്കൊരു ടെൻഡൻസി എന്താ, എങ്ങനെയെങ്കിലും റീപ്ലേസ്മെന്റ് നടത്തണം അല്ലേ. നമ്മളിപ്പോൾ ഒരാളില്ലെങ്കിൽ വേറെ ആളെ വെച്ച് നടത്തും. അതേപോലെ കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് കിട്ടാതിരിക്കുമ്പോൾ ബോഡി അടുത്ത എനർജി സോഴ്സിലോട്ട് മെല്ലെ തിരിയും. അപ്പോൾ അപ്പോഴാണ് കാണുന്നത് ഫാറ്റിനെ എവിടെ കാണും, എവിടെയൊക്കെയാണ് നല്ല അഡിപ്പോസ് ടിഷ്യൂസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് നമ്മുടെ സ്കിന്നടിയിൽ, ബട്ടക്സിൽ, കവിളിൽ അല്ലെങ്കിൽ നമ്മുടെ മസിൽസിലൊക്കെ ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെച്ച സ്ഥലങ്ങളുണ്ടാവും. അവിടെ നിന്നൊക്കെ നല്ല ഫാറ്റിൻ്റെ കട്ടകളെടുത്ത് കൊണ്ടുവന്ന് തല്ലി പൊട്ടിച്ച് അതെന്ത് ചെയ്യും, അതിന്ന് എനർജി റിലീസ് ചെയ്യും, ഗ്ലൂക്കോസ് റിലീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ അഡിപ്പോസ് ടിഷ്യൂ ഫാറ്റൊക്കെ പോയി കഴിയുമ്പം വെയിറ്റ് ലോസ് ഉണ്ടാവും. ഇത്രയാണ് മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ്. ഇത് നോക്കൂ, ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് നമുക്കറിയാം ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണ്. കാരണം ഇപ്പോൾ നോക്കൂ, ഇതാ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അമ്മൂമ്മ എങ്ങനെ ഇരുന്ന് ചോക്ലേറ്റ് കഴിക്കുന്നു, പിന്നെ മുറിവ് പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ കാലിൽ, ക്ഷീണിതയാണ്. ഇതൊക്കെ 50 വയസ്സിന് മുകളിലാണ് ഈ കാണുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ്. പോളിയൂറിയ, പോളിഡിപ്സിയ, ഷുഗർ കൂടി ഉണ്ടാവും, റിക്കറൻറ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. റീസൺ ഒക്കെ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഒക്കെ ഏകദേശം സെയിം തന്നെ ആയിരിക്കും, ഏജിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കുക സംശയം ഉണ്ടെങ്കിൽ. അടുത്തത് കോംപ്ലിക്കേഷൻസ് ഓഫ് ഡയബറ്റിസ് മെലിറ്റസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വളരെ ഈസിയാണ്, പക്ഷെ മാർക്ക് നമുക്ക് പെട്ടെന്ന് ഇതിൽ നഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണ്. ഏതൊക്കെയാണ് കോംപ്ലിക്കേഷൻസ്? അക്യൂട്ട് കോംപ്ലിക്കേഷൻ ഉണ്ട്, ക്രോണിക് കോംപ്ലിക്കേഷൻ ഉണ്ട്. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സഡൻ ഓൺസെറ്റ് ആണ്, പെട്ടെന്ന് ഉണ്ടാവുന്നു അല്ലേ. ക്രോണിക് തന്നെ ഗ്രാജുവൽ ആയിട്ട് പതുക്കെ ഒരു 3 മാസം 6 മാസമൊക്കെ എടുത്തുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ക്രോണിക്, ഗ്രാജുവൽ ഓൺസെറ്റ് ആണ്. ഓക്കെ, അക്യൂട്ട് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഡയബറ്റിക് കീറ്റോസിഡോസിസ്, പിന്നെയുള്ളത് HHNS, ഹൈപ്പർഗ്ലൈസീമിക് ഹൈപ്പർ ഓസ്മോളാർ നോൺ കീറ്റോട്ടിക് സിൻഡ്രോം എന്ന് പറയും. പിന്നെയുള്ളത് ഹൈപ്പോഗ്ലൈസീമിയ. ഈ മൂന്നെണ്ണമാണ് അക്യൂട്ടായിട്ട് പെട്ടെന്ന് ഈ ഷുഗർ കൊണ്ട് പേഷ്യൻറ്റിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ക്രോണിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മൈക്രോവാസ്കുലാർ ആൻഡ് മാക്രോവാസ്കുലാർ എന്ന് തരംതിരിച്ചിട്ടുണ്ട്. മൈക്രോവാസ്കുലാർ പേര് തന്നെ ഉണ്ട്, മൈക്രോ മീൻസ് ചെറിയ കുഞ്ഞു വെസലുകളിൽ ഷുഗറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ മൈക്രോവാസ്കുലാർ എന്ന് പറയുന്നത്. വെരി ഈസിയാണ്. റെറ്റിനോപ്പതി, നെഫ്രോപ്പതി, ന്യൂറോപ്പതി. കണ്ണിൻ്റെ റെറ്റിനെ ബാധിക്കുന്നു റെറ്റിനോപ്പതി, കിഡ്നീസിനെ ബാധിക്കുന്നു നെഫ്രോണിനെ ബാധിക്കുന്നു നെഫ്രോപ്പതി, നെർവിനെ ബാധിക്കുന്നു, തൊട്ടാൽ അറിയുന്നില്ല അല്ലേ. ഡയബറ്റിക്കുള്ള അപ്പൂപ്പൻ തീ കത്തുന്ന അടുപ്പിൻ്റെ സൈഡിൽ കുത്തിയിരിക്കുന്നു. ഒരുപാട് ഹോസ്പിറ്റലിൽ പൊള്ളലേറ്റ് വരുന്നൊരു കേസാണ്. അപ്പൂപ്പൻ വെള്ളം ചൂടാക്കുമ്പോൾ അതിന് സൈഡിൽ കുത്തിയിരുന്നതാണ്. കാല് വെക്കുന്ന എവിടെയാണ്? അടുപ്പിനകത്താണ് വെക്കുന്നത്. പൊള്ളുമ്പോൾ അറിയുന്നില്ല, കാരണം എന്താ? ന്യൂറോപ്പതി, നെർവ് എൻഡിങ്സിനെ ബാധിച്ചിരിക്കുന്നു അല്ലേ. കിഡ്നി ഫെയിലിയേഴ്സ് ഒത്തിരി ആൾക്കാരുണ്ട്, നെഫ്രോപ്പതി ഡ്യൂ ടു ഡയബറ്റിസ്. കണ്ണിന് കാഴ്ചയില്ല, അതൊക്കെ മൈക്രോവാസ്കുലർ ആണ്. അപ്പോൾ PSC ക്വസ്റ്റ്യൻസ് വരുന്നത് എമംഗ് ദീസ് വിച്ച് ഈസ് മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ ഓഫ് ഡയബറ്റീസ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ടുണ്ടാകും, ബാക്കി കുറേ വലിയ പ്രശ്നങ്ങൾ മാക്രോവാസ്കുലർ തന്നിട്ടുണ്ടാകും. മാക്രോവാസ്കുലർ ബിഗ് വെസൽസിൽ വരുന്ന സംഭവങ്ങളാണ്. മൈന്യൂട്ടായിട്ടുള്ള മാക്രോവാസ്കുലർ, ആർട്ടിരിയോസ്ക്ലീറോസിസ്, MI, സ്ട്രോക്ക് അല്ലെ, CVA അല്ലേ, ഈ ഒത്തിരി പ്രശ്നങ്ങൾ ഇത് വലിയ ബ്ലഡ് വെസലിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വ്യത്യസ്തമാണ് എന്ന് തിരിച്ചറിയണം നമ്മൾ അല്ല. ഇത് മൈക്രോവാസ്കുലർ, മാക്രോവാസ്കുലർ, അക്യൂട്ടും ക്രോണിക്കും, ഇത്രയാണ് മെയിനായിട്ടുള്ള കോംപ്ലിക്കേഷൻസിൽ വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുവാണ്. മൈക്രോവാസ്കുലർ, മാക്രോവാസ്കുലർ, പിന്നെ അക്യൂട്ട്, ക്രോണിക്. ഇത് അക്യൂട്ടിൽ വരുന്നതാണ് ഇത് ഡയബറ്റിക് കീറ്റോസിഡോസിസ്, HHNS, ഹൈപ്പോഗ്ലൈസീമിയ. ക്രോണിക്കിൽ വരുന്നതിൽ ഒന്ന് തന്നെയാണ്, ഇത് മൈക്രോവാസ്കുലറും മാക്രോവാസ്കുലറും. ഓക്കെ, ഇത് ഏതൊക്കെയാണെന്ന് നമ്മൾ തരംതിരിച്ച് മനസ്സിലാക്കേണ്ടതാണ്. മാക്രോവാസ്കുലർ നമ്മൾ നേരത്തെ പറഞ്ഞു, കൊറോണറി ആർട്ടറി ഡിസീസ്, CVA, ഹൈപ്പർടെൻഷൻ, പെരിഫറൽ വാസ്കുലർ ഡിസീസ്, കാർഡിയോമയോപ്പതി. മൈക്രോവാസ്കുലർ ഒന്നുകൂടി ഇത് പറയാണ്, റെറ്റിനോപ്പതി, നെഫ്രോപ്പതി, ന്യൂറോപ്പതി. ഓക്കെ, ഇനി അക്യൂട്ട് കോംപ്ലിക്കേഷൻ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് നോക്കേണ്ടതുണ്ട്. അല്ല, ആദ്യത്തെ കോംപ്ലിക്കേഷൻ എന്തായിരുന്നു? ഏതൊക്കെയാണ്? ഹൈപ്പോഗ്ലൈസീമിയ, അടുത്തത് ഹൈപ്പോഗ്ലൈസീമിയ, പിന്നെ രണ്ടെണ്ണം കൂടിയുള്ളത് ഡയബറ്റിക് കീറ്റോസിഡോസിസ്, HHNS. ഇപ്പോൾ നമുക്ക് ആദ്യം പഠിക്കുന്നത് ഹൈപ്പോഗ്ലൈസീമിയ. നമ്മൾ വാർഡുകളിൽ, ആശുപത്രികളിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മീറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഹൈപ്പോപ്പോയി, പേഷ്യൻ്റ് ഹൈപ്പോപ്പോയി അല്ലേ. എന്താണ് സംഭവം? 70 mg/dl ഷുഗർ താഴുമ്പോഴാണ് നമ്മൾ പേഷ്യൻ്റ് ഹൈപ്പോഗ്ലൈസമിലോട്ട് പോവുക. കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? പേഷ്യൻ്റ് ചിലപ്പോൾ ഇൻസുലിൻ കൂടുതൽ
തെറ്റായിട്ട് നമ്മുടെ നമ്മളൊന്നും അധികം വെക്കത്തില്ല. പേഷ്യൻറ്റിന് സെൽഫായിട്ട് വെക്കുമ്പോൾ ചിലപ്പം അധികമാവാൻ സാധ്യതയുണ്ട്. ഇൻസുലിൻ അധികമായി പോകും. അല്ലെങ്കിൽ ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഏജൻസ് എന്താണ്, ഓറൽ കഴിക്കുന്ന ഹൈപ്പോഗ്ലൈസിമിക് ഏജൻസ് ആണ് OHA. അത് ചിലപ്പോൾ അധികം കഴിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ എന്താണ്, ഫുഡ് കഴിച്ചിട്ടുണ്ടാവില്ല പേഷ്യൻറ്റ്, അല്ലേ, ടു ലിറ്റിൽ ഫുഡ്. അല്ലെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റി, എക്സസീവ് ആക്ടിവിറ്റി, വീട്ടിൽ പറമ്പിലൊക്കെ അങ്ങ് കളച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തളർച്ച വരുന്നത് എന്തുകൊണ്ടായിരിക്കും? ഒരുപാട് ഷുഗർ കത്തി തീർത്തിട്ടുണ്ടാവും. കൂടാതെ ഇൻസുലിനും എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പേഷ്യൻറ്റ് ഹൈപ്പോയിൽ പോകും. ഇതാണ് ഹൈപ്പോഗ്ലൈസീമിയ. നമുക്കറിയാം ഡെക്സ്ട്രോസ് 25 നമ്മൾ അടിച്ച് കയറ്റും ഹോസ്പിറ്റലാണെങ്കിൽ നമ്മൾ GR-ബേസ് നോക്കി, അല്ലേ, പേഷ്യൻ്റ് ഇമ്പ്രൂവ് ആവുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് അങ്ങനെ മാനേജ് ചെയ്യും. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് പറഞ്ഞതിന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വെരി സിമ്പിൾ ആണ്. എന്താണ്, 60-ന് താഴെയാണെങ്കിൽ മൈൽഡ്, മോഡറേറ്റ് ആണെങ്കിൽ 40, സിവിയർ ആണെങ്കിൽ 20, അല്ലേ, 60, 40, 20, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ഹൈപ്പോഗ്ലൈസീമിയ. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം, വാർഡിലൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കാണുന്നതാണ്. അപ്പോൾ ഗ്ലൂക്കോസ് ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ഡെക്സ്ട്രോസ് 25 കൊടുക്കും, 100 ml കൊടുക്കും. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിച്ചിരിക്കുന്നത്. എന്താണ്, ഇറ്റ്സ് എ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ആണ്. ആശുപത്രിയിൽ പേഷ്യൻ്റ് ഒരുപാട് നേരം ഷുഗർ ഇങ്ങനെ എലിവേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കണ്ടീഷനിൽ ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള കണ്ടീഷനാണ്. ഇത് ഏതിൻ്റെ കോംപ്ലിക്കേഷനാണ്? ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസിൻ്റെ കോംപ്ലിക്കേഷൻ. അതായത് ബീറ്റാ സെൽസ് ഡാമേജ് ആയിട്ട് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ വളരെ കുറവായിട്ടുള്ള ടൈപ്പ് 1 ആണ് നമ്മുടെ ആ ഡയബറ്റിസ് മെലിറ്റസ്. അതിൻ്റെ കോംപ്ലിക്കേഷനാണ് DKA. എന്തുകൊണ്ടായിരിക്കും? സിവിയർ ഇൻസുലിൻ ഡെഫിഷ്യൻസിയാണ് ഇതിൻ്റെ മെയിനായിട്ട് കാരണം. ഇൻസുലിൻ ഇല്ലാത്തതിൻ്റെ കാരണത്താൽ ബോഡിയിൽ ഉണ്ടാവുന്ന ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസിൻ്റെ കോംപ്ലിക്കേഷനാണ് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ്. ഈ പത്തോഫിസിയോളജി ഒന്ന് ശ്രദ്ധിക്കാം, അല്ലേ, സിമ്പിളാണ്. ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ ഇല്ലാതിരിക്കുമ്പോൾ ബ്ലഡിൽ എന്ത് പറ്റും? ഷുഗർ വളരെയധികം കൂടും, ഹൈപ്പർ ഗ്ലൈസീമിയ ആയിട്ട് മാറും. നമ്മൾ പറഞ്ഞ ഷുഗർ അല്ലെങ്കിൽ ഉപ്പ് നല്ലോണം കൂടുമ്പോൾ ഓസ്മോട്ടിക് പ്രഷർ അവിടെ കൂടും, അല്ലേ. അപ്പോൾ എന്ത് പറ്റും? ബ്ലഡിലോട്ട് ബാക്കി എല്ലാ സ്പേസിൽ നിന്നും വാട്ടർ കയറും. കാരണം ഇതിന് നേർപ്പിക്കണ്ടേ, ഷുഗർ കൂടിയാലും നേർപ്പിക്കണം ബോഡിയിൽ, അല്ലാതെ ഹൈപ്പർ ടോണിക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷനാണ് നടക്കുന്നത്. ഓസ്മോട്ടിക് പ്രഷർ കൂടി, അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി വാട്ടർ അബ്സോർബ് ചെയ്യുമ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും സെല്ലുകളിൽ, ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. പിന്നെ ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവുന്ന കാരണം കൂടാതെ ബ്ലഡിൽ ഒത്തിരി ഷുഗർ കൂടുതൽ ഉണ്ടായത് കാരണം യൂറിനിലൂടെയും എന്ത് പറ്റും? ഈ ഗ്ലൂക്കോസിനെ എടുത്തു കളയാൻ വേണ്ടി പോളിയൂറിയ ഉണ്ടായി മാറും. ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് പുറത്തോട്ട് കളയാൻ വേണ്ടി കിഡ്നി ഒത്തിരി ഷുഗറിനെ യൂറിനിലൂടെ കളയും. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, അതാണ് ഗ്ലൂക്കോസൂറിയ, അല്ലേ. അപ്പോൾ കൂടാതെ അത് ഓസ്മോട്ടിക് ഡയവറസിസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സെയിം ആണ്. എന്താണ്, ഷുഗർ കൂടുമ്പോൾ അവിടെ പ്രഷർ കൂടും, ഓസ്മോട്ടിക് പ്രഷർ കൂടി അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി വെള്ളത്തിനെ അബ്സോർബ് ചെയ്ത് ന്യൂട്രൽ ആക്കാൻ വേണ്ടി ശ്രമിക്കും. അതാണ് ഓസ്മോട്ടിക് ഡയവറസിസ്. ഒത്തിരി യൂറിൻ പോവും, അതാണ് പോളിയൂറിയ ഉണ്ടാവും. പോളിയൂറിയ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് പോളിഡിപ്സിയ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഉണ്ടാകുന്ന മെയിനായിട്ടുള്ള പ്രശ്നമാണ് എന്ത്? ലിപ്പോലൈസിസ്. അപ്പം നമ്മളെ ബോഡിയിൽ ഗ്ലൂക്കോസ് പൊളിഞ്ഞ് ഷുഗറിന് കിട്ടുന്നില്ല, ഇൻസുലിൻ ഇല്ലാത്ത കാരണം. അപ്പം ബോഡി നോക്കുന്നിടത്ത് ഫാറ്റിനെ എടുത്ത് സ്പ്ലിറ്റ് ചെയ്യും. അതാണ് ലിപ്പോലൈസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെയിറ്റ് ലോസ് ഉണ്ടാവും, നമ്മൾ നേരത്തെ കണ്ടു. കൂടാതെ ഈ ഫാറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എൻഡോ പ്രൊഡക്റ്റ് ആണ് എന്ത്? ബൈ പ്രൊഡക്റ്റ് ആണ് കീറ്റോൺ എന്ന് പറയുന്ന സാധനം, അല്ലേ. ഈ കീറ്റോൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര അസിഡിക് ആണ്. ഈ അസിഡിക് ആയ കീറ്റോൺ ബ്ലഡിൽ കൂടുമ്പോൾ അസിഡോസിസ് ഉണ്ടാവും. അതാണ് കീറ്റോ അസിഡോസിസ് ആയിട്ട് മാറുന്നത്. ഇത് വളരെയധികം ഡേഞ്ചറാണ് ബോഡിയിൽ. ഓക്കെ, ഈ കീറ്റോ അസിഡോസിസിന് കൂടുമ്പോൾ അസിഡിറ്റി കുറക്കാൻ വേണ്ടി ബോഡിക്ക് എന്തെല്ലാം ചെയ്യേണ്ടി? ബൈകാർബണേറ്റ് ഒക്കെ കൂട്ടേണ്ടി വരും. അപ്പോൾ അതിന് മാക്സിമം കിഡ്നി കുറേ ശ്രമിക്കും, പക്ഷെ അതൊക്കെ ഫെയിൽ ആവും. പിന്നെ ചെയ്യാവുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തോട്ട് എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതിന് എന്ത് പറ്റും? ഡീപ്പായിട്ടുള്ള ശ്വാസം എടുത്ത് വിടും പേഷ്യൻറ്റ്, ഇത്തരം ഡയബറ്റിക് കീറ്റോസിഡോസിസ് ആയ പേഷ്യൻറ്റ്. ഓക്കെ, അങ്ങനെ കുറേ കാർബൺ ഡൈ ഓക്സൈഡിനെ എക്സസീവായിട്ട് എക്സ്പെൽ ചെയ്യാൻ വേണ്ടി കളിക്കും. പിന്നെ ഉള്ളത് പുറത്ത് ബ്ലഡിനകത്ത് ഒത്തിരി ഷുഗർ ആണെങ്കിലും സെല്ലിനകത്ത് ഗ്ലൂക്കോസ് ഇല്ല. അപ്പോൾ സെല്ലുലാർ ഹങ്കർ, സെല്ലൊക്കെ ഇങ്ങനെ വിശന്ന് വലയുമ്പോൾ സ്റ്റിമുലേഷൻ പോവും. അപ്പോൾ പേഷ്യൻറ്റിന് ഒത്തിരി വിശപ്പായിരിക്കും. അതാണ് പോളിഫാജിയ. അപ്പോൾ ഈ കീറ്റോ അസിഡോസിസ് ആയിട്ട് മാറുന്നതുകൊണ്ടാണ് പേഷ്യൻറ്റ് ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിലോട്ട് പോകുന്നത്. ഓക്കെ, ഒന്നുകൂടെ വേണമെങ്കിൽ കേൾക്കുക നിങ്ങൾ. ഓക്കെ, നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ്
ബുദ്ധിമുട്ടിക്കുന്നില്ല. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അപ്പോൾ നിങ്ങൾ ഇത് അറിഞ്ഞിരുന്നാൽ മതി. എന്തൊക്കെയാണ് കീറ്റോസിസിൽ വരിക? ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവും. ഷുഗർ 300 കൂടുതലാകുമ്പോഴാണ് സാധാരണ ഇത് ആവുന്നത്, ഈ കണ്ടീഷനിലോട്ട് പോകുന്നത്. പിന്നെ ഡീഹൈഡ്രേഷൻ വരും, കാരണം സെല്ലുകളിൽ നിന്നൊക്കെ വെള്ളം പുറത്തോട്ട് ബ്ലഡിലോട്ട് പോവാണ് ഷുഗർ കൂടി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പോളി യൂറിയ ഉണ്ട്, അപ്പോൾ ഒത്തിരി വെള്ളം ബോഡിയിൽ ലോസ് ചെയ്യും. പിന്നെ കീറ്റോസിസ് ഞാൻ പറഞ്ഞു, കീറ്റോൺ ബോഡീസ് ഉണ്ടാവുന്നതുകൊണ്ട് ഒത്തിരി ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. കീറ്റോസിസ് കൂടും, അസിഡോസിസ് ആയിട്ട് മാറും. കൂടാതെ റെസ്പിറേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു, പേഷ്യൻ്റ് കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങ് എടുത്ത് കളയാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഒരുപാട്, കാരണം അസിഡിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് കുസ്മാൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അതായത് ഡീപ്പ് ലേബേർഡ് ബ്രീത്തിങ് പാറ്റേൺ ദാറ്റ് സീൻ ഇൻ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് ഈസ് നോൺ ആസ് കുസ്മാൽ റെസ്പിറേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ഓക്കെ, ഫ്രൂട്ടി സ്മെൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ബ്രത്തിന് ഫ്രൂട്ടി സ്മെൽ ഉണ്ടാവും. പിന്നെ pH ലെസ് ദാൻ 7.35 ആണ്, ആസിഡിറ്റി കാരണമാണ്. നോർമൽ pH ഓഫ് ബ്ലഡ് എത്രയായിരുന്നു? 7.35 to 7.45 ആണ്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡീഹൈഡ്രേഷൻ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ ഇലക്ട്രോലൈറ്റ് ലോസും ഉണ്ടാവും. ഓക്കെ, അത് സോഡിയം പൊട്ടാസ്യം ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. യൂറിൻ എക്സസീവായി പോകുമ്പോൾ കിഡ്നിയുടെ അതിലെ കൂടെ കുറേ സോഡിയം പോവും. ആ പൊട്ടാസ്യം ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, പൊട്ടാസ്യം കൂടാം. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഇനി മാനേജ്മെൻറ്റ് എന്താണ്? ഇതിൽ നമുക്ക് അധികമൊന്നും ചെയ്യാനില്ല. റെഗുലർ ഇൻസുലിൻ കൊടുക്കുക, ബോളസ് ആയിട്ട് കൊടുക്കുക, ഇൻഫ്യൂഷനായിട്ട് കൊടുക്കുന്നു. ശ്രദ്ധിക്കുക, റെഗുലർ ഇൻസുലിൻ മാത്രമേ നമ്മൾ IV ആയിട്ട് കൊടുക്കുള്ളൂ. ഓൺലി വൺ ഇൻസുലിൻ ദാറ്റ് വി ഗിവ് ആസ് IV ബോളസ് ആസ് റെഗുലർ ഇൻസുലിൻ. ഓക്കെ, പിന്നെ ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ് NS കൊടുക്കുക, ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുക. പിന്നെ HHNS ആണ് അടുത്ത കോംപ്ലിക്കേഷൻ. അടുത്ത കോംപ്ലിക്കേഷനാണ് നമ്മൾ HHNS എന്ന് പറയുന്നത്. ഹൈപ്പർ ഓസ്മോളാർ ഹൈപ്പർ ഗ്ലൈസീമിക് നോൺ കീറ്റോട്ടിക് സിൻഡ്രോം ആണിത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവും, ഓസ്മോളാരിറ്റി കൂടും അല്ലേ? പക്ഷെ എന്താ, കീറ്റോൺ ബോഡീസ് ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? ഇവിടെ ഇൻസുലിൻ ഉണ്ട്. ഇൻസുലിൻ ഉള്ളത് കൊണ്ട് ബോഡിക്ക് ഫാറ്റിലോട്ട് തിരിയാൻ പറ്റുന്നില്ല, ഫാറ്റിനെ എടുത്ത് പൊളിക്കാൻ പറ്റുന്നില്ല. ഇൻസുലിൻ അതിനെ തടയും. അതായത് ബോഡി കാർബോഹൈഡ്രേറ്റിനെ പൊളിക്കാൻ പറ്റാതിരിക്കുമ്പോൾ നേരെ തിരിയുന്ന എങ്ങോട്ടാണ്? ഫാറ്റിലോട്ടാണ്, നേരത്തെ ടൈപ്പ് 1 കണ്ടത്. ഇതിൽ എന്താ സംഭവം? കീറ്റോൺസ് ബോഡീസ് ഉണ്ടാവുന്നില്ല, കാരണം ഫാറ്റിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇൻസുലിൻ ഉള്ളതുകൊണ്ട് അതിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷനാണ് HHNS. ഇവിടെ ഓസ്മോട്ടിക് പ്രഷർ കൂടി, കാരണം ഗ്ലൂക്കോസ് ബ്ലഡിൽ ഒത്തിരി ഉള്ളതുകൊണ്ട് ഓസ്മോട്ടിക് പ്രഷർ കൂടിയിട്ടുണ്ടാവുന്ന ആ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. ഇവിടെ കീറ്റോസിസ് ഉണ്ടാവുന്നില്ല, അസിഡോസിസും ഉണ്ടാവുന്നില്ല. കോംപ്ലിക്കേഷൻ ഓഫ് ടൈപ്പ് 2 ആണ് എന്ത്? HHNS എന്ന് പറയുന്നത്. ഓക്കെ, ടൈപ്പ് 1 കാണുന്നത് എന്തായിരുന്നു? DKM, ഡയബറ്റിക് കീറ്റോ അസിഡോസിസ്, DKA. ഇവിടെ എന്താണ്? HHNS. അപ്പോൾ ഇവിടെ കീറ്റോസിസ് ഇല്ല, അസിഡോസിസും ഇല്ല, ഹൈപ്പർ ഗ്ലൈസീമിയാണ് മാത്രം ഉണ്ടാകുന്നത്. ഓസ്മോട്ടിക് പ്രഷർ വളരെ കൂടുതലായിരിക്കും ബ്ലഡിൽ. ഓക്കെ, ഇനി ക്രോണിക് കോംപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞാണെന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഡയബറ്റിക് റെറ്റിനോപ്പതി, നെഫ്രോപ്പതി, ന്യൂറോപ്പതി. പിന്നെ ഉള്ളതുണ്ട്, ഇവിടെ ഒന്നും അത്ര നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇതൊക്കെ ഒരു അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ്. നമ്മൾ ഡയബറ്റിക് മാനേജ്മെൻറ്റ് നമ്മൾ എക്സസൈസ് ചെയ്യാൻ പറയും, പിന്നെ ബ്ലഡ് നോക്കാൻ പറയും, എഡ്യൂക്കേഷൻ കൊടുക്കും, ന്യൂട്രീഷൻ മാനേജ്മെൻറ്റ് കൊടുക്കും. ഓക്കെ, ഇതൊക്കെ നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ്. മെയിനായിട്ട് നമ്മുടെ എക്സാമിൻ്റെ ഇതിൽ പഠിക്കാനുള്ള എന്താണ്? മെഡിക്കേഷൻസ് ആണ് അല്ലേ? ഇൻസുലിൻ ആണ് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. ഇൻസുലിൻ നമുക്കറിയാം പ്രോട്ടീൻ ആണത്, പ്രോട്ടീൻ നേച്ചറാണ്. ഇതിൻ്റെ ഫംഗ്ഷൻ നമുക്കറിയാം, എന്തിനാണ് കൊടുക്കുന്നത്? സെല്ലുകളിലോട്ട് ഗ്ലൂക്കോസ് കയറ്റുന്നതാണ്, പിന്നെ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജൻ കൺവേർഷന് ഇത് കൂട്ടുന്നതാണ്, ഇതിനു വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. രണ്ടാമത് കൊടുക്കുന്നതാണ് ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ഏജൻസ്. ഷുഗർ കുറക്കാൻ വേണ്ടി നമ്മൾ ഓറലി കൊടുക്കുന്ന ടാബ്ലറ്റ് ആണ് ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ഏജൻസ്. ഇതെന്താ ചെയ്യുന്നത്? പാൻക്രിയാസിന് കൂടുതൽ ഇൻസുലിൻ, കുറച്ച് ബീറ്റാ സെൽസ് അല്ലെങ്കിൽ റെഡിയുള്ള ബീറ്റാ സെൽസ് ഉണ്ടാവും, അതിനോട് കൂടുതൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറയും. ചിലപ്പോൾ ക്ഷീണിച്ചിട്ടുണ്ടാവും, അപ്പോൾ പാൻക്രിയാസിലെ ബീറ്റാ സെൽസിനോട് കൂടുതൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്ന ആളാണ് OH എന്ന് പറയുന്നത്. പിന്നെ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ഗ്ലൂക്കോസിന്റെ അബ്സോർപ്ഷനെ ഡിലേ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ബ്ലഡിൻ്റെ ഷുഗർ കുറയും. കൂടാതെ ഹെപ്പാറ്റിക് ഗ്ലൂക്കോസ് ഔട്ട്പുട്ട് കുറക്കും. ലിവർ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റിയിട്ടൊക്കെ ഒരുപാട് ഗ്ലൂക്കോസ് തരാൻ നോക്കും, അതിനെയൊക്കെ ഡിലേ ചെയ്യുന്ന ആളാണ് ഒരു OH, ഓറൽ ഹൈപ്പോഗ്ലൈസെമിക് ഏജൻസ്. നമ്മൾ ഷുഗറിന് കൊടുക്കുന്ന ഗുളികകളില്ലേ, അതാണ് OH എന്ന് പറയുന്നത്. സോ ഇൻസുലിൻ നമ്മൾ ടൈപ്പ് 1 നിർബന്ധമായും കൊടുക്കുന്നതാണ്, ഇൻസുലിൻ ഇല്ല. പിന്നെ ടൈപ്പ് 2 കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൽ ഓറൽ ടാബ്ലറ്റ് കഴിച്ചിട്ട് ചിലപ്പോൾ കുറവില്ലാത്തതിനാണ്. അതിൻ്റെ കൂടെ
ഇൻസുലിൻ കൂടെ കൊടുക്കും. ഓക്കെ, ഇൻസുലിൻ 2-3 ടൈപ്പ് ഉണ്ട് നമുക്കറിയണം. റാപ്പിഡ് ആക്ടിങ് ഉണ്ട്, ഷോർട്ട് ആക്ടിങ്, ഇന്റർമീഡിയറ്റ്, ലോങ് ആക്ടിങ്. ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടി പറയുകയാണ്. നമ്മൾ ഷോർട്ട് ആക്ടിങ് എന്താണ്, ഇമ്മ്യൂണിസ് റെഗുലർ ആണ്, ഇതാണ് IV കൊടുക്കാൻ സാധിക്കുന്നത്. റാപ്പിഡ് ആക്ടിങ് വളരെ പെട്ടെന്ന് ആക്ഷൻ നടക്കും. ഷോർട്ട് ആക്ടിങ് അതിന് കുറച്ചുകൂടെ കുറവായിരിക്കും, സമയമെടുക്കും. ഇന്റർമീഡിയറ്റ് കുറച്ചുകൂടി നീളം കിട്ടും. ലോങ് ആക്ടിങ് എന്ന് പറഞ്ഞാൽ ഡേ മൊത്തം നമുക്ക് കിട്ടും. ലാൻഡസ് ഗ്ലാർജിൻ എന്ന് പറയുന്ന ഇൻസുലിനാണ്. ഇന്റർമീഡിയറ്റ് നോക്കി NPH 30/70 ഇതൊക്കെ ഇന്റർമീഡിയറ്റ് ഇൻസുലിനാണ്. ഓക്കെ, ഈ ചാർട്ട് കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ മനസ്സിലാവും. റാപ്പിഡ് ആക്ടിങ് എന്ന് പറഞ്ഞാൽ ലിസ്പ്രോ, ഇതൊക്കെ കമ്പനി നെയിമാണ്. ടൈം 15 മിനിറ്റിൽ ഓൺസെറ്റ് വരും. പീക്കിൽ ഒരു 1.5 മണിക്കൂറിൽ പീക്ക് ആക്ഷൻ വരും. 5 മണിക്കൂർ അതിൻ്റെ ഡ്യൂറേഷൻ ആവും. ഷോർട്ട് ആക്ടിങ് നോക്കൂ, റെഗുലർ ഇൻസുലിൻ 6 നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നതാണ്. 30 to 45 മിനിറ്റ്സിനുള്ളിൽ ആക്ഷൻ ഓൺസെറ്റ് ഉണ്ടാവും. ആക്ഷൻ തുടങ്ങും. 3 hours വരെ പീക്കായിട്ട് കിട്ടും. 6.5 hours വരെ കിട്ടുക. ഇതുപോലെയാണ് ബാക്കി എല്ലാ സംഗതികളും. ഈ ചാർട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക, ഒരു വിവരം വെക്കാൻ വേണ്ടിയിട്ടൊന്ന് വിചാരിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, OH ഇതിൽ ഒരുപാട് ഓറൽ ഹൈപ്പോഗ്ലൈസമിക് ഏജൻസ് ഉണ്ട്. നമ്മൾ 2 മാത്രമേ പഠിക്കുന്നുള്ളൂ. സൾഫണൈൽ യൂറിയാസ് എന്തായി ചെയ്യുന്നത്, ബീറ്റാ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഏതൊക്കെയാണ് എക്സാമ്പിൾ, ഗ്ലിമിപ്രൈഡും ഗ്ലിപ്പിസൈഡും ടൊളാസിമൈഡ്. നമ്മൾ ഗ്ലിമി എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നില്ലേ, ഗ്ലിപ്പിസൈഡ്, ഇതൊക്കെ സൾഫണൈൽ യൂറിയ എന്ന് പറയുന്ന OH ആണ്. ഇത് ബീറ്റാ സെൽസിന് സ്റ്റിമുലേഷൻ ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ആൽക്കഹോൾ കഴിക്കാൻ പാടില്ല. ഡൈസൾഫ്രാം അടിച്ച പോലെയുള്ള റിയാക്ഷൻ ചിലപ്പോൾ ഇതിൻ്റെ കൂടെ ഉണ്ടാവും. വേറൊരു OH ആണിത്, ബൈഗ്വാനൈഡ്സ് എന്ന് പറയുന്നത്. ബൈഗ്വാനൈഡ്സിന് എക്സാമ്പിൾ ഏതായിരുന്നു, മെറ്റ്ഫോമിൻ. നമ്മൾ കൊടുക്കാറുണ്ട്, പേഷ്യൻ്റ് മെറ്റ്ഫോമിൻ കൊടുക്കുന്നുണ്ട്. എന്താ ചെയ്യുന്നത്, ഹെപ്പാറ്റിക് ഗ്ലൂക്കോസ് പ്രൊഡക്ഷനെ സപ്രസ് ചെയ്യുന്ന ആളാണ് ബൈഗ്വാനൈഡ്സ് എന്ന് പറയുന്നത്. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇത് കൂട്ടുകയും ചെയ്യും. ഇതാണ് മെറ്റ്ഫോമിൻ്റെ ആക്ഷൻ. അതായത് ഇൻസുലിനെ തിരിച്ചറിയാൻ സെല്ലുകളോട് സ്റ്റിമുലേഷൻ കൊടുക്കുന്നതാണ് മെറ്റ്ഫോമിൻ. നമ്മൾ പേഷ്യൻറ്റിനോട് ഒത്തിരി കഴിപ്പിക്കുന്നുണ്ട്, പക്ഷേ ഇതൊന്നും നമുക്ക് എന്താണെന്ന് അറിയുന്നുണ്ടായിരുന്നു അല്ലേ. ഈ 2 ടൈപ്പ് OH നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ ഡയബറ്റിക് മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ ഡയബറ്റിസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, വളരെ സിമ്പിളാണ്. എന്നാലും നിങ്ങളൊന്ന് ഓർത്ത് ഈ വീഡിയോസ് 2-3 പ്രാവശ്യം കേൾക്കുക. ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡിൻ്റെ മെറ്റബോളിസത്തിൽ ഉണ്ടാകുന്ന ഒരു ഡിസോർഡർ ആണെന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കി. പിന്നെ 3 ടൈപ്പ് ഡയബറ്റിസ് ഉണ്ട്. 1, 2 സെക്കൻഡറി. 1 അറിയാം ഇൻസുലിൻ ഇല്ല അല്ലെങ്കിൽ കുറവ്. 2 നിങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇല്ല, റെസിസ്റ്റൻ്റ് ആണ്. 3ാമത് വേറൊരു കണ്ടീഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. ഇതാണ് ടൈപ്പ് 1 എന്ന് പറയുന്നത്. ബീറ്റാ സെൽസ് അവിടെ ഡാമേജ് ആയിപ്പോയി, കുട്ടികളിലാണ് ഇത് കാണുന്നത്, സഡനായിട്ട് വരുന്നതാണ്. ഓട്ടോ ഇമ്മ്യൂണിറ്റിയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ. 2ാമത്തെ കാണുന്നത് പറഞ്ഞാൽ എന്താണ്, ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ പ്രായം ആകുമ്പോൾ ഉണ്ടാകുന്ന 40 വയസ്സിന് മുകളിൽ കാണുന്നതാണ് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ്. നമ്മുടെ സാധാരണ കാണുന്ന പേഷ്യൻസ് ഒക്കെ ഏകദേശം ഇതാണ്. ഇൻസുലിൻ ഇവിടെ ഉണ്ട്. ഓക്കെ, സെല്ലിനകത്ത് ഗ്ലൂക്കോസ് ഇല്ല, ബ്ലഡിനകത്ത് ഒത്തിരി ഗ്ലൂക്കോസ്, പിന്നെ ബോഡിയിലും ഇൻസുലിൻ ഉണ്ട്. അതുകൊണ്ട് ഇൻസുലിൻ ഉള്ള കാരണം എന്തിവിടെ പറ്റില്ല, ഇവിടെ ഫാറ്റ് മെറ്റബോളിസം ഉണ്ടാവാൻ അല്ലെങ്കിൽ എൻ്റെ ബ്രേക്ക് ഡൗൺ നടക്കുന്നില്ല. അതുകൊണ്ട് ഡയബറ്റിക് കീറ്റോസിഡോസിസ് ടൈപ്പ് 2 ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഇതിൻ്റെ നോർമൽ 1, 2 കാണുന്ന ഫിസിയോളജിയാണ്. ഒന്ന് ആവർത്തിച്ച് നോക്കുക. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് 3 Ps, 3 Pകൾ ഏതൊക്കെയാണ്, പോളിയൂരിയ, പോളിഡിപ്സിയ, പോളിഫാജിയ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. പിന്നെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അക്യൂട്ട് ആൻഡ് ക്രോണിക്. അതിൽ അക്യൂട്ട് നമ്മൾ പഠിച്ചു, ഹൈപ്പോഗ്ലൈസീമിയ എന്താണെന്ന് പഠിച്ചു. പിന്നെ DK എന്താണെന്ന് പഠിച്ചു. അതായത് അവിടെ ഇൻസുലിൻ ഡെഫിഷ്യൻസി ആയത് കാരണം ഫാറ്റിൻ്റെ ബ്രേക്ക് ഡൗൺ നടന്ന് അസറ്റോൺ ബ്ലഡിൽ ഒത്തിരി കൂടിയിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഡയബറ്റിക് കീറ്റോസിഡോസിസ്. അസറ്റോൺ എന്ന് പറഞ്ഞാൽ ഫാറ്റ് പൊളിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. അത് ഭയങ്കര അസിഡിക്കാണ്, അത് ഭയങ്കര ടോക്സിക് പോലെ ബോഡിയിൽ പ്രവർത്തിക്കും. അപ്പോൾ പേഷ്യൻ്റ് ഡീപ്പായിട്ട് റെസ്പിറേഷൻ എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ ഒത്തിരി പുറത്ത് കളയാൻ നോക്കും. അതാണ് നമ്മൾ കുസ്മോൾ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. HHNS എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അവിടെ കീറ്റോൺ ഇല്ല, ബാക്കി ഷുഗർ കൂടുന്നേ ഉള്ളൂ. ഹൈപ്പർ ഗ്ലൈസിമിയായി, ഓസ്മോട്ടിക് പ്രഷർ കൂടി ഹൈപ്പറോസ്മോളറായി, നോൺ കീറ്റോട്ടിക് സിൻഡ്രോം എന്നാണ് HHNSന് പറയുന്നത്. ടൈപ്പ് 2ൻ്റെ കോംപ്ലിക്കേഷനാണ്. ഓക്കെ, പിന്നെ ഇൻസുലിൻ്റെ ഇൻസുലിൻ എങ്ങനെ മെഡിക്കേഷനായിട്ട് അതിൻ്റെ ആക്ഷൻ നമ്മൾ പഠിച്ചു. OH എന്താണ് ചെയ്യുന്നത് പഠിച്ചു. 2 ടൈപ്പ് OHനെ കുറിച്ച് പഠിച്ചു. ഇതാണ് സൾഫണൈൽ യൂറിയാസും ബൈഗ്വാനൈഡ്സും. ഇത്രയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പഠിച്ചത്. ഇത്തിരി സ്പീഡിലെടുത്താണ്, കാരണം നിങ്ങൾക്ക് പതുക്കെ പറഞ്ഞു ആവർത്തന വിരസത അല്ലെങ്കിൽ ബോറടിക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഇത്തിരി സ്പീഡിൽ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഈ വീഡിയോസൊക്കെ ഒന്നുകൂടെ കണ്ടു നോക്കുക. ഓക്കെ, വളരെ സിമ്പിളാണ്, നമ്മൾ ഈസിയായി പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്തതിൽ കാണാം. അപ്പോൾ ഓക്കെ, നന്നായി പഠിക്കുക. പഠിക്കേണ്ട രീതികളെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ഉടനെ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.